ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇതെന്ത് സംഭവം എന്ന് അറിയുന്നില്ല. ഇഡ്ഡലീൻ്റെ പുട്ട് കുറച്ച് വെള്ളമായിനെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ ഭയങ്കര തണുപ്പല്ലേ, അതുകൊണ്ട് പിന്നെ ഇത് കട്ടയായിട്ടില്ല. അങ്ങനെ ഈ ചൂട് സമയത്തെങ്കിൽ കുറച്ച് നേരം നഞ്ഞി അങ്ങനെ എന്തോ ആട്ട് പൊങ്ങ വെട്ടി നിറഞ്ഞിട്ട് ഞാൻ ഇഡ്ഡലി കൂട്ടിയിട്ട് അടുപ്പിൽ വെച്ചിന്. പിന്നെ അടുപ്പിൽ വെച്ചിട്ടാകുമ്പോൾ തിരിച്ച് ഇപ്പോൾ ഇനി ഇഡ്ഡലിക്ക് എന്തെങ്കിലും കറി വേണ്ടേ. കറി എന്താക്കിയിട്ട് ഇന്ന് രാത്രി ആകുമ്പോഴേക്ക് തന്നെ എല്ലാം തീർന്നു. രാവിലെ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു പൂതിയായി തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം. അങ്ങനെ തക്കാളിയും പിന്നെ കറിച്ചപ്പും ഉള്ളിയെല്ലാം വലിയ നിങ്ങൾക്ക് വേണ്ട എത്ര വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഒരു കണ്ട ഉള്ളിയും പിന്നെ ഒരു തക്കാളി എടുത്തിട്ട് കുറച്ച് ഉണ്ടാക്കും. നമുക്ക് രാവിലേക്ക് വേണ്ട എത്ര മാത്രം. പിന്നെ നിങ്ങൾ കുറേ ആളെല്ലാം ഉണ്ടെങ്കിൽ കുറേ വേണമെങ്കിൽ എടുക്കാം. 2 തക്കാളി 2 ഉള്ളിയെല്ലാം എടുത്തിട്ട് ഇങ്ങനെ വാട്ടെങ്കിൽ മതി എണ്ണയിൽ. പിന്നെ ഒന്നിച്ച് കുറച്ച് കറിച്ചപ്പിലയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഇട്ടിന്. എന്ത് വേണമെങ്കിലും ഇടാം. മല്ലിച്ചപ്പ് അങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇടാം, കുറച്ച് ടേസ്റ്റ് കൂടും. അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് എണ്ണയിൽ വാട്ടിയിട്ട് പിന്നെ മിക്സീൻ്റെ ചെറിയ ജാറിലെടുത്തിട്ട് അതിലേക്ക് പിന്നെ ഇതും ഇടണം. അതിനെല്ലാം തണിഞ്ഞിട്ടാകുമ്പോൾ ഇടണം. എന്നിട്ടായിട്ട് അതിൽ കുറച്ച് പിന്നെ ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഇടണം. പിന്നെ പുളി ഞാനൊരു കഷ്ണം പച്ചപ്പുളി ഇട്ടിനല്ലോ, അതുകൊണ്ട് ഞാൻ പുളി ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചപ്പുളി തന്നെ ഇടണമെന്ന് ഇട്ടില്ല, വേണമെങ്കിൽ കറുത്ത പുളി വേണമെങ്കിലും ഇടാം, പ്രശ്നമില്ല. അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് പാങ്ങലൊന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരച്ചിട്ടായിട്ട് പിന്നെ ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. കുറച്ച് എണ്ണ എടുത്തിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഈ അരപ്പയിലേക്ക് ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയായി. അപ്പോൾ കണ്ടില്ല, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തി. പിന്നെ പെട്ടെന്ന് കാലത്ത് തന്നെ നമ്മൾ കറി എന്തില്ല എന്നിട്ട് ടെൻഷൻ ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും എളുപ്പ വഴി കണ്ടുപിടിക്കാം. കാലത്തേക്ക് മാത്രമല്ല, പിന്നെ ഉച്ചക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഞാൻ ചമ്മന്തി എല്ലാം റെഡിയാക്കി. പിന്നെ ഇതാ നമ്മൾ ഇഡ്ഡലി നോക്കറോ കോലം കണ്ടില്ല, പൊന്തിയിട്ടേ വന്നിട്ടില്ല. അങ്ങനെ ഇഡ്ഡലി ഫ്ലോപ്പായി. ഞാൻ വിചാരിച്ചു വെറുതെ ദോശ കൂട്ടിയിട്ടേന്. ദോശ പിന്നെയും നേരം ഉണ്ടായിട്ടേന്. ഇത് ഇങ്ങനെ പഞ്ഞി പോലെ ആയിട്ട് പിന്നെ ഒരു പറ്റും പോലെ ഉണ്ട് കഴിക്കാൻ. സാരമില്ല, ഇപ്പോഴും കൊറിക്കല്ല. മുമ്പിലാക്കുമ്പോൾ നേരം ഉണ്ടായി. അങ്ങനെ നമ്മൾ ചാരെല്ലാം കുടിച്ചിട്ടായിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായി. അങ്ങനെ നമ്മൾ പിള്ളേരെല്ലാം സ്കൂളിലേക്ക് പോയി. പിന്നെ ചെറുത് മാത്രമുണ്ട്. അങ്ങനെ അവളെയും കൂട്ടിയിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായി. അങ്ങനെ അവളെ മുടി കിട്ടുന്നുണ്ടായി. എന്ത് മുടി കിട്ടുന്നത്, തെക്കോട്ട് തിരിക്കുമ്പോഴേക്ക് വടക്കോട്ട് പോകുന്നു, അങ്ങനത്തെ മുടി. പിന്നെ എന്താക്കുന്നത്, അങ്ങനെ ഒരു കെട്ടിയിട്ട് ഒപ്പിച്ചിട്ട് വെച്ച് അങ്ങനെ കെട്ടണമല്ലോ. അങ്ങനെ കെട്ടിയിട്ടായിട്ട് ഞാനും ഓളുമെല്ലാം കൂടിയിട്ട് ഡ്രസ്സെല്ലാം ആക്കിയിട്ട് പോയിട്ടാകുമ്പോഴേക്ക് പോകാനിതാ കുറച്ച് നടക്കണ്ടേ നമുക്ക് റോഡിലേക്ക്. അങ്ങനെ ഇങ്ങനെ നടന്നിട്ട് പോയി. എന്നിട്ട് പോകുമ്പോൾ ഇതാ കോഴിയും താറാവും എല്ലാം ഉണ്ട് ഇവിടെ കാണാൻ. ന്യൂസാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കോഴിനെയും താറാവിനെല്ലാം. അതിൻ്റെ ബാക്കിൽ പോകുന്നുണ്ട്. ഞാൻ പിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ രണ്ടാളും ബസ്സിൽ കയറിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലിൽ ഒരാൾ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ കാണാൻ പോയത്. കാണാൻ പോയിട്ട് അവിടെ എത്തിയപ്പോൾ അങ്ങനെ ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിന് ഭയങ്കര ക്യൂ, ഭയങ്കര ആൾക്കാരുണ്ടായി. ചെറിയൊരു ലിഫ്റ്റും. അങ്ങനെ അതിൻ്റെ ഉള്ളിലെല്ലാം കയറിയിട്ട് 5 മിനിറ്റിൽ അവിടെ എത്തി. മുകളിലേക്ക് എത്തിയിട്ട് പിന്നെ റൂമെല്ലാം തപ്പിയിട്ട് അങ്ങോട്ട് നടന്നിട്ട് ലിഫ്റ്റിൽ നിന്ന് കിഞ്ഞിട്ട് അങ്ങോട്ട് പോയി റൂം നോക്കാൻ. അങ്ങനെ അവിടെ എത്തിയിട്ടാകുമ്പോൾ റൂമിലേക്ക് എത്തി. അവരെല്ലാം കണ്ട് സംസാരിച്ച് അങ്ങനെ സുഖവിവരമെല്ലാം അറിഞ്ഞ്. അങ്ങനെ അപ്പോൾ അടുത്തേക്ക് റൂം ക്ലീൻ ആക്കാൻ ഒരു ചേച്ചിയും വന്നു. അങ്ങനെ നമ്മൾ പുറത്ത് വന്നിട്ട് പിന്നെ അവിടുന്ന് നേരെ
പെരക്ക് വന്ന് എന്നിട്ട് ഉച്ച സമയമായി. ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചോറെല്ലാം വെച്ചിട്ട് നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി പെരക്ക് വന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ലൈക്ക് ആക്കാനും സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.